എൻ്റെ അച്ഛൻ, എൻ്റെ ഓർമ്മ. ആ ഇത്തിരി സ്ഥലത്ത് എങ്ങനെയോ ഒതുങ്ങിക്കൂടിയിരുന്നു. ശരീരമുണ്ടെന്ന് സ്വയം തോന്നുന്നേയില്ല. എല്ലാം ഒരു പഞ്ഞിക്കട്ട പോലെ. വികാരങ്ങൾ ഒന്നുമില്ല. എന്തു ചെയ്യണമെന്നും അറിയില്ല. നീ നേരെ ഇരിക്കുമോളെ, വീണു പോകും. കഠിനമായ ചുമക്കിടയിലും അച്ഛൻ കഷ്ടപ്പെട്ടു പറഞ്ഞു. അനുസരിക്കാനെന്നോണം ഞാൻ വീണ്ടും എണീറ്റ് ഇരുന്നു. മെഡിക്കൽ കോളേജ്, പ്രത്യേക വാർഡാണ്, നമ്പർ 7. പലതരം മനുഷ്യർ, പലതരം കാഴ്ചകൾ, പലതരം ദുഃഖങ്ങളും കഥകളും. പക്ഷേ എല്ലാറ്റിനും ഒരു സമാനത ഉണ്ടായിരുന്നു. ദിവസങ്ങൾ എണ്ണപ്പെട്ട ജീവനുകളെ കൂട്ടം കൂട്ടിയിട്ടിരിക്കുന്ന ഒരിടം. കൂട്ടിരിപ്പുകാരും ബന്ധുമിത്രാദികളും ആ നഗ്നസത്യം അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ വേണ്ടപ്പെട്ടവരുടെ ഓരോ നിമിഷവും സന്തോഷപ്പെടുത്താനുള്ള തീവ്ര ശ്രമത്തിലാണ്. പക്ഷേ മരുന്നിൻ്റെ തീവ്രഗന്ധവും ഇഞ്ചക്ഷനുകളുടെ വേദനയും ഓരോ രോഗികളെയും കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ഒരു തരം നിശ്ചല അവസ്ഥയിലേക്കാണ്. ജീവിതം എത്ര നിസ്സാരമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അനുഭവിച്ചറിഞ്ഞത് അന്ന് മാത്രം. വിഡ്ഢിവേഷം കെട്ടിയാടുന്ന കുറേ മനുഷ്യക്കൊലങ്ങൾ. എന്തിനോ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യഥ പരക്കം പായുന്നു. ദാസയ്യൻ, 72 വയസ്സ്, ബെഡ് നമ്പർ 22. കൂട്ടിരിപ്പുകാർ ആരെങ്കിലും ഉണ്ടോ? ഡോക്ടർ വിളിക്കുന്നു. വെള്ളവസ്ത്രം ധരിച്ച ഒരു സ്ത്രീ ഉച്ചത്തിൽ വിളിക്കുന്നു. ഉണ്ട് ഉണ്ട്. ഞാൻ ഒരു ഞെട്ടലോടെ എണീറ്റു. ഓടിപ്പോയി. ആ സ്ത്രീയോടൊപ്പം എത്തിച്ചേരാൻ ഞാൻ വളരെ പണിപ്പെട്ടു. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കണ്ട് കണ്ട് മടുത്ത് കഠിനമായ ഒരു മനസ്സിൻ്റെ ഉടമയാണവർ എന്ന് എനിക്ക് തോന്നി. കുറേ ഗുളികകളുടെയും സിറിഞ്ചുകളുടെയും കത്രികകളുടെയും നോട്ടത്തിൽ തന്നെ വേദന മാത്രം തരുന്ന കുറേ ഉപകരണങ്ങളുടെയും മധ്യത്തിൽ നിർവികാരനായി വെള്ളക്കോട്ടും ധരിച്ച് സ്റ്റെതസ്കോപ്പും അണിഞ്ഞ് ഒരു യുവ ഡോക്ടർ ഇരിക്കുന്നുണ്ട്. ഡോക്ടറുടെ അടുത്ത് എത്തിയപ്പോൾ എൻ്റെ നെഞ്ചിടിപ്പ് പുറത്തേക്കും കേൾക്കുന്നതായി എനിക്ക് തോന്നി. അതിനോടൊപ്പം കാലും കൈയും വിറയ്ക്കുന്നത് പോലെയും തോന്നി. അല്ല, തോന്നിയതല്ല, ശരി തന്നെ. വെള്ളം വീണ് ബലം നഷ്ടപ്പെട്ടു പോയ ഒരു മൺപ്രതിമ പതിയെ പതിയെ തകർന്ന് നിലത്തേക്ക് പതിക്കുന്നത് പോലെ ഞാനും നിലത്തേക്ക് വീണു പോകുമോ, തകർന്നടിഞ്ഞു പോകുമോ സംശയിച്ചു. വല്ലാതെ ഭയപ്പെട്ടു. പക്ഷേ എൻ്റെ സർവശക്തിയും സംഭരിച്ച് ഞാൻ നിവർന്നു നിന്നു. ദാസേൻ്റെ ആരാ നിങ്ങൾ? ഡോക്ടറുടെ ആ ചോദ്യത്തിനു മുന്നിൽ ഞാൻ എൻ്റെ ഉണങ്ങി വരണ്ട ചുണ്ടുകൾ തുറന്ന് ശബ്ദത്തിൽ പറഞ്ഞു, മകൾ. ശരി, നിങ്ങളുടെ അച്ഛൻ്റെ നെഞ്ചിൻ്റെ എക്സ്റേ ആണിത്. അങ്ങനെ തുടങ്ങി എന്തെല്ലാമോ പറഞ്ഞു. എൻ്റെ അച്ഛൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം അദ്ദേഹം തിരക്കിട്ട് വിശദീകരിച്ചു തന്നു. ഞാനൊന്നും കേട്ടില്ല. എനിക്കൊന്നും കേൾക്കണ്ട, അതാണ് സത്യം. പക്ഷേ ഒരു കാര്യം മാത്രം എൻ്റെ ചെവി കയറി തലച്ചോറിനെയും സ്തംഭിപ്പിച്ചു. അവസാന സ്റ്റേജിലാണ്. നമുക്ക് ഒരുമിച്ച് പരമാവധി ശ്രമിക്കാം. പിന്നെ എല്ലാം വിധി പോലെ. നിങ്ങളാണ് ധൈര്യം നൽകേണ്ടത്. ധൈര്യത്തോടെ ഇരിക്കുക. ഇനിയും എനിക്കവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. വേഗം ഞാൻ തിരിഞ്ഞു നടന്നു. മനസ്സിൽ ഒരു ഉരുൾപൊട്ടൽ രൂപപ്പെട്ടിരിക്കുന്നു. അമർത്തിയ വികാരങ്ങൾക്കൊടുവിൽ കണ്ണിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന കണ്ണീരിന് ചുവപ്പ് നിറമാണോ എന്ന് എനിക്ക് സംശയം തോന്നി. ഞാൻ വീണ്ടും എൻ്റെ അച്ഛൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. എൻ്റെ കാലുകൾ എത്ര ഭംഗിയായി ചലിച്ച് എൻ്റെ ജീവൻ്റെ ജീവനായ അച്ഛൻ്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. തലച്ചോർ ഒരു സന്ദേശവും നൽകിയിട്ടില്ല, ഉറപ്പ്. എന്നിട്ടും തെറ്റാതെ ഞാൻ തിരികെ എൻ്റെ ജീവദാതാവിൻ്റെ അടുത്ത്. ഒന്നും അറിയാത്തതുപോലെ ഞാൻ കട്ടിലിനരികിൽ ഇത്തിരി സ്ഥലത്ത് ആയാസപ്പെട്ടിരുന്നു. അച്ഛൻ ആകാംക്ഷയോടെ കണ്ണുകൾ തുറന്ന് എന്നോട് ചോദിച്ചു, മോളെ, ഡോക്ടർ എന്ത് പറഞ്ഞു? ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഏറ്റെടുത്തിട്ടുണ്ട്.
സാധിക്കുമെന്ന് ഉറക്കെ പറയുന്ന ഒരു മനസ്സ് അങ്ങകത്ത് ഒളിപ്പിച്ചു വച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ ചോദ്യത്തിന് എന്തുത്തരം പറയണം? തയ്യാറെടുപ്പിന് ഒരു സമയവുമില്ല. ഹേയ്, ഒന്നുമില്ല, വേഗം ഭേദമാവും. കുറച്ച് ദിവസം കൂടി ഇവിടെ കിടക്കണം, വേഗം വീട്ടിൽ പോകാം, പൂർണ്ണ സുഖത്തോടെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഓരോ മനുഷ്യരിലെയും അഭിനേതാവ് എത്ര ഭംഗിയായി വേഷങ്ങൾ കെട്ടി അഭിനയിക്കുന്നു. അതിശയം തോന്നി. പിന്നെ എനിക്ക് ഒന്നും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. ജീവനും മരണത്തിനും ഇടയിൽ മരണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. അറിയാതെ എത്തുന്ന മരണമെന്ന അതിഥിയെ നാം ഭയപ്പെടുമോ? പക്ഷെ ഓരോ നിമിഷവും അത് അറിഞ്ഞുകൊണ്ട് തന്നെ അതിലേക്കുള്ള ഒരു കാത്തിരിപ്പ് നരകം തന്നെ. അച്ഛൻ പലപ്പോഴായി പറഞ്ഞ അറിവിൽ നിന്ന് ഓർമ്മിച്ചെടുത്ത ഇഷ്ടമുള്ള വിഭവങ്ങൾ എല്ലാം ഉണ്ടാക്കി കൊടുത്തു. കഴിക്കാൻ ആരോഗ്യം അനുവദിച്ചില്ലെങ്കിലും എല്ലാം അറിയുന്നത് പോലെ എനിക്ക് വേണ്ടി അച്ഛൻ കഴിച്ചു. എൻ്റെ ഓഫീസിലെ ഓഫീസർ ജോലി സ്ഥലത്ത് വേഗം തിരിച്ചെത്താൻ ഉത്തരവിട്ടിട്ടുണ്ട്. അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി പോകുന്നതിന് മുൻപ് അച്ഛൻ എന്നോട് പറഞ്ഞു, ആ പാത്രത്തിൽ നിന്നും കുടിക്കാൻ എനിക്ക് കുറച്ച് വെള്ളം തരൂ, നിന്റെ കയ്യിൽ നിന്നും എനിക്ക് കുടിക്കണം. 3 തവണ അച്ഛൻ വായ് തുറന്നു ചടങ്ങ് പോലെ കുടിച്ചു. അച്ഛനോട് യാത്ര പറഞ്ഞ് മടങ്ങുമ്പോൾ ഞാൻ പലവട്ടം പുറകോട്ട് നോക്കി, സാധിക്കുന്നതുവരെ. സ്പഷ്ടമായിരുന്ന കാഴ്ചകൾ മങ്ങി മങ്ങി ഇല്ലാതായി തീരുന്നതുവരെ. എനിക്കും അറിയാമായിരുന്നു ഇനി അച്ഛനരികിൽ സ്നേഹത്തിൻ്റെ ചൂട് തട്ടി സുഖമായി ഉറങ്ങാൻ സാധിക്കില്ല എന്നും. റെയിൽവേ സ്റ്റേഷനിൽ തിക്കിക്കൂട്ടുന്ന മനുഷ്യക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് അങ്ങ് ദൂരെ എവിടെയോ പൊങ്ങി വരുന്ന കരുതലിൻ്റെ ഒരു കൈ ഇനി ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്നും. മനസ്സിൽ ഒന്ന് വിചാരിച്ചാൽ തന്നെ സാറ്റലൈറ്റ് സന്ദേശങ്ങളെക്കാൾ വേഗത്തിൽ വരുന്ന ആ ഫോൺ കോളുകൾ ഇനി ഉണ്ടാവില്ല എന്നും. എങ്കിലും കാത്തിരിക്കുന്നു അച്ഛാ ഒരു ഫോൺ കോളിനായി. എത്ര വർഷത്തെ വിശേഷങ്ങൾ പറയാനുണ്ട്, മറക്കാതെ വിളിക്കണേ എന്ന് അച്ഛൻ്റെ സ്വന്തം ജീവാംശം.